കോൺഗ്രസിലെ പിളർപ്പിന് പിന്നാലെ 1978-ലാണ് 24 അക്ബർ റോഡിലെ ഈ ഓഫീസ് പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രമായത്. പിന്നീട് 4 പതിറ്റാണ്ടുകാലം ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക സംഭവവികാസങ്ങൾക്കും കോൺഗ്രസിന്റെ ഉയർച്ച താഴ്ചകൾക്കും ഈ ആസ്ഥാനം സാക്ഷിയായിട്ടുണ്ട്. ജന്തർ മന്ദർ റോഡിലെ 7-ാം നമ്പർ വസതിയിൽ നിന്നാണ് 1978-ൽ 24 അക്ബർ റോഡ് എന്ന വിലാസത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ പിളർപ്പിന് ശേഷം ഇന്ദിരയോടൊപ്പം നിന്ന ഗദ്ദം വെങ്കടസ്വാമി MP തനിക്ക് അനുവദിച്ച വസതിയാണ് പാർട്ടിക്കായി നൽകിയത്. പിന്നീട് 4 പതിറ്റാണ്ടുകാലം പാർട്ടിയുടെ സംഭവ ബഹുലമായ ചരിത്രം കണ്ട മണ്ണാണ് 24 അക്ബർ റോഡ്. ഇന്ദിരാഗാന്ധി മുതൽ മല്ലികാർജ്ജുൻ ഖർഗെ വരെയുള്ള പാർട്ടി അധ്യക്ഷന്മാർ ഈ ഓഫീസിലിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നീ പ്രധാനമന്ത്രിമാർക്കും ഈ ആസ്ഥാനം ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്കും ഇവിടം സാക്ഷിയായിട്ടുണ്ട്. 1998-ൽ കോൺഗ്രസ് അധ്യക്ഷനായ സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയ നാടകീയ സംഭവങ്ങൾക്കും AICC ആസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരയുടെ തിരിച്ചുവരവ്, രാജീവിന്റെ അധികാരം, ഇന്ദിരയുടെയും രാജീവിന്റെയും കൊലപാതകം, രാഷ്ട്രീയത്തിലേക്കുള്ള സോണിയയുടെ വരവ്, മൻമോഹൻ സിംഗിന്റെ ഭരണം, ഇങ്ങനെ നീളുന്നു ചരിത്രം. 2004-ൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി AICC ആസ്ഥാനത്തിന്റെ ഗേറ്റ് തുറക്കാതിരുന്ന വിവാദം സമീപകാലത്ത് കൂടി ചർച്ചയായിരുന്നു. ഇന്ത്യ എന്ന പേർ വിളിക്കുക, ജവഹർലാൽ സിന്ദാബാദ്, ജവഹർലാൽ സിന്ദാബാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ. നെഹ്റു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ ആസ്ഥാനം. 10 ജൻപത്ത് എന്ന സോണിയാഗാന്ധിയുടെ വസതിക്ക് സമീപത്തായി തന്നെയാണ് ഈ ഓഫീസ്. പലപ്പോഴും വാർത്താ സമ്മേളനങ്ങൾക്കും കോൺഗ്രസിന്റെ യോഗത്തിനും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവഴി നടന്നു വരാറാണ് പതിവ്. അന്നൊക്കെ മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് ചില കമന്റുകളും നൽകാറുണ്ട്. പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ അത്തരം ചില നിമിഷങ്ങളും ഇല്ലാതാകും. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയുടെ ഇതുവരെയുണ്ടായിരുന്ന ഗൃഹാതുരത്വമില്ലാതെയാണ് 6 നിലകളിലായി പുതിയ മന്ദിരം. കോൺഗ്രസ് അധ്യക്ഷനെ കൂടാതെ AICC ഭാരവാഹികൾക്കും പാർലമെന്ററി പാർട്ടി നേതാവിനും ലോക്സഭാ കക്ഷി നേതാവിനും പ്രത്യേകം ഓഫീസുകൾ ഉണ്ടാകും. 2 മനുഷ്യന്മാർ എടുത്തുയർത്തിയ പ്രസ്ഥാനം, കഴുത്തു നീട്ടിയ കർമ്മഭടന്മാർ. 2016-ൽ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷയായ സമയത്താണ് പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കോൺഫറൻസ് ഹാളുകൾ, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, കോൺഗ്രസിലെ പോഷക സംഘടനകൾക്കുള്ള ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ ആസ്ഥാനം. കോൺഗ്രസ് പുതിയ ആസ്ഥാന മന്ദിരത്തിന് വിലാസം സ്വീകരിച്ചതിലുമുണ്ടൊരു കൗതുകവും ജാഗ്രതയും. ഞാനീ നിൽക്കുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗിലാണ് മീറ്ററുകൾക്കപ്പുറം BJPയുടെ ആസ്ഥാന മന്ദിരം. സംഘപരിവാർ ആചാര്യന്റെ പേര് പുതിയ വിലാസത്തിൽ വരാതിരിക്കാൻ പ്രവേശന കവാടം ഇവിടെ നിന്ന് തൊട്ടപ്പുറമുള്ള കോട്ട്ല മാർഗിലേക്കാണ് കോൺഗ്രസ് മാറ്റിയിരിക്കുന്നത്. ഉപ്പുകുറുക്കി നമ്മൾ ഉയർത്തി ഉജ്ജ്വലമായ ചരിത്രങ്ങൾ, ഉത്തുംഗങ്ങളിൽ നമ്മൾ വളർത്തി ഭാരതനാടിൻ പൊൻകൊടികൾ. കോൺഗ്രസ് ആസ്ഥാനം കൂടി കോട്ട്ല മാർഗിൽ വരുന്നതോടെ BJP, CPI ആസ്ഥാനങ്ങൾ, ഹർകിഷൻ, സുർജിത് ഭവൻ തുടങ്ങിയ 4 പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രങ്ങളെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലാകും. പുതുവർഷത്തിൽ പുതിയ വിലാസവുമായി മറ്റൊരു ഇന്നിംഗ്സിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സംഘടനാ തലത്തിലടക്കം വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്ന് മോഹൻ കുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24.